കോന്നി ആനക്കൊട്ടിലെ അപകടത്തിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. കോന്നിയുടെ ചുമതലയുള്ള റാന്നി DFO ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകും. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന പ്രാഥമിക വിലയിരുത്തൽ തുടർ നടപടി അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കും. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഇന്നലെയാണ് ഈ അതിദാരുണമായ വാർത്ത നമ്മളിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ തന്നെ വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ്? വർഷ ഇന്നലെ തന്നെ വനംവകുപ്പ് മന്ത്രി വർഷ സൂചിപ്പിച്ചപ്പോൾ തന്നെ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മന്ത്രി ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോൾ ഈ കോന്നി ചുമതലയുള്ള റാന്നി DFO ആണ് റിപ്പോർട്ട് നൽകുന്നത്. അദ്ദേഹം ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കായിരിക്കും റിപ്പോർട്ട് നൽകുക. ഇദ്ദേഹം തിങ്കളാഴ്ച വനംവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇതിൽ കണ്ടെത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന പ്രാഥമിക വിലയിരുത്തലുണ്ട്. അതുപോലെ പ്രദേശത്ത് ബലക്ഷയം സംബന്ധിച്ച പരിശോധന നടത്തിയിട്ടില്ല, സുരക്ഷാ പരിശോധന നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ടിലുണ്ടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കോന്നി MLA KU ജിനീഷ് കുമാർ ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിൽ ഇന്നലെ ഏതെങ്കിലും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മാത്രമല്ല, അനാവശ്യമായ ഒരു വേലി അവിടെ നിലനിന്നിരുന്നുള്ള കാര്യങ്ങൾ ഇന്നലെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ വ്യക്തമായ കാര്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. വർഷ, ശരി, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല, തൂണിന് നിലവിൽ ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം റിപ്പോർട്ടിലുണ്ട്.